താങ്കളുടെ നേതാവ് എന്തിനാണ് ഞാൻ ജാനൂധാരി ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിലെ എല്ലാ മതസ്ഥാപനങ്ങളും കയറിയിറങ്ങിയത് എന്തിനായിരുന്നു? ശിവഭഗവാന്റെ ഭക്തനാണെന്ന് കാണിക്കാൻ ത്രിപുണ്ഡ്രം അടിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ എല്ലാ മഠങ്ങളും കയറിയിറങ്ങിയല്ലോ, ആങ്ങളെയും പെങ്ങളും കൂടെ. അത് ഏത് മതത്തെയാണ് കൂട്ടുപിടിച്ചത്? അപ്പൊ രാഷ്ട്രപതി പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് വെറുതെ അടിസ്ഥാനമില്ലാതെ ഉണ്ടയില്ല വെടി ഒരാൾ വെക്കുക, മറ്റേ ആളത് തൊണ്ട തൊടാതെ വാരി വിഴുങ്ങുക. സന്ദീപ് വാചസ്പതി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ നൽകുന്ന സന്ദേശം ഈ 10 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ ഭരണകാലയളവിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ബിജെപിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉണ്ടാകാൻ പോകുന്നത്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, രാജ്യവാഴ്ചയുടെ ഹാങ് ഓവറിന്റെ പ്രതീകമായി അങ്ങനെ കൊണ്ടുവെക്കുന്നു ചെങ്കോൽ. അതിന്റെ ഭാഗമാണ്, അങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ് വിമർശനങ്ങൾ. എന്നിട്ട് ഒപ്പം ഈ വിശ്വാസത്തിന്റെ കാര്യത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ ഏത് പരിസരത്തിൽ നിന്നാണ് ഇന്നത്തെ ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്നത് എന്നും ഇവിടെ നേരത്തെ രാഹുൽ മാങ്കൂട്ടം വിശദീകരിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്. മറുപടി പണി വരുന്നുണ്ടവറാച്ച. ഇവിടെ പ്രിയപ്പെട്ട രാഹുലും അതിനെ പിന്നീട് ചൂട് പിടിച്ച് ലാലും പറയുന്ന കാര്യം, ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. ഇവരിൽ ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം പറയുക, തൊണ്ട തൊടാതെ മറ്റേ ആളത് വാരി വിഴുങ്ങുക. ഇപ്പൊ കോൺഗ്രസ്സുകാരൻ ഛർദ്ദിച്ചത് CPM-കാരൻ വിഴുങ്ങി. കുറെ കാലം CPM-കാരൻ ഛർദ്ദിക്കുന്നത് കോൺഗ്രസ്സുകാരൻ വിഴുങ്ങുകയായിരുന്നു. നമ്മളെയാണല്ലോ മച്ചമ്പി. നിങ്ങളുടെ ഇത്രയും നേരം 10-20 മിനിറ്റായി നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന നറേറ്റീവിന്റെ എന്താണ് ഫസ്റ്റ് സ്റ്റോൺ അല്ലെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് രാഷ്ട്രപതി എന്തെങ്കിലും മിണ്ടിയോ എന്നുള്ളതാണല്ലോ. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, രണ്ടുപേരും ഇന്ന് ചടങ്ങ് കണ്ടില്ല എന്ന് ഖേദത്തോടെ പറയട്ടെ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെയും സന്ദേശം ആ ചടങ്ങിൽ വായിച്ചിരുന്നു എന്ന് ബാലപാഠം ഒന്ന് പഠിച്ചിട്ട് വേണമായിരുന്നു ഈ ചർച്ചയ്ക്ക് വരാൻ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അവർ ഫേസ്ബുക്കിൽ എഴുതിയോ എന്നാണ് ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചത്. അവർ ഫേസ്ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സന്ദേശം അവിടെ വായിച്ചിരുന്നു. അപ്പൊ രാഷ്ട്രപതി പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് വെറുതെ അടിസ്ഥാനമില്ലാതെ ഉണ്ടയില്ല വെടി ഒരാൾ വെക്കുക, മറ്റേ ആളത് തൊണ്ട തൊടാതെ വാരി വിഴുങ്ങുക. അത് കുറെ കാലമായി നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്യുന്നതാണ്. രണ്ടുപേരും കൂടെ അത് തുടർന്നുകൊള്ളൂ, ഞങ്ങൾക്ക് ഒരു വിഷയവുമില്ല. പിന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് ഇനി മറുപടി പറയണം. നിർത്തി അവമാനിക്കുവാണെന്ന്. ദളിതായതുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട്, വിധവയായതുകൊണ്ട്. ശ്രീ രാഹുൽ, താങ്കൾക്ക് ഉളുപ്പില്ലേ? ദളിതായ ഒരാളെ മാറ്റി നിർത്തണമെന്ന് BJP-കാരൻ ശടിച്ചു എന്നൊക്കെയാണല്ലോ താങ്കൾ പറഞ്ഞത്. ഞാൻ ആദിവാസി സ്ത്രീയെ രാഷ്ട്രപതി ആക്കാനുള്ള പരിശ്രമം നടത്തിയതും അതിന് വോട്ടഭ്യർത്ഥിച്ച് രാജ്യം മുഴുവൻ നടന്നതും ഭാരതീയ ജനതാ പാർട്ടിയാണ്. താങ്കൾ മറന്നുപോയോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. താങ്കൾക്ക് ഇത്ര ആദിവാസി പ്രേമമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കൺസെൻസസിലൂടെ രാഷ്ട്രപതിയെ നിർത്താതിരുന്നത്? എന്തിനാണ് ആദിവാസിയായ ഒരു വനിതയ്ക്കെതിരെ വടക്കേ ഇന്ത്യക്കാരനായ ഒരു ബ്രാഹ്മണനെ മത്സരിപ്പിച്ചത്? നിങ്ങൾ പോയി ചത്തുടടാ. ഭാരതീയ ജനതാ പാർട്ടി കീഴ്വഴക്കം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ദളിത് രാഷ്ട്രപതിയായി KR നാരായണനെ മൂട്ട് ചെയ്തപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ നിരുപാധിക പിന്തുണ നൽകി മാതൃക സൃഷ്ടിച്ച പാർട്ടിയാണ് ഞങ്ങളുടേത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രീസിഡൻസ് പറയാനുണ്ടോ? നിങ്ങൾ എന്നും നിങ്ങളുടെ നാറിയ നാണം കെട്ട രാഷ്ട്രീയം കളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഞങ്ങളെ ഭരണഘടനയെയും ജനാധിപത്യത്തെ പറ്റി ഉത്ബോധിപ്പിക്കുക. അടിയന്തരാവസ്ഥയൊന്നും ആരും മറന്നുപോയിട്ടില്ല ശ്രീ രാഹുൽ. ഭരണഘടന എടുത്ത് ഭരണത്ത് വെച്ചിട്ട് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ഒരു കാരാഗ്രഹം ഇന്ത്യ മുഴുവൻ തീർത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പീഡിപ്പിച്ച് 10,000-കണക്കിന് ആൾക്കാരെ കൊന്നവരല്ലേ നിങ്ങൾ? പിന്നെ താങ്കൾ പറയുകയുണ്ടായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി വിധവയായതുകൊണ്ട് അവരെ എവിടെയോ കയറ്റരുതെന്ന്. RSSന്റെ സർസംഘചാലകം മധുക്കർ ദത്താത്രേ, അങ്ങനെ ഒരാളെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ശ്രീ രാഹുൽ. RSSന് എവിടെയാണ്? ഇനിയും AICC ആസ്ഥാനത്തുനിന്ന് RSSന് സർസംഘചാലകനെ സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. RSSന് മധുക്കർ ദത്താത്രേയ എന്ന് പറയുന്ന ഒരു സർസംഘചാലക ഇല്ല എന്ന് ശ്രീ രാഹുൽ മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും എഴുതി തന്നത് ഇവിടെ വന്നിരുന്ന് വായിക്കരുത്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടൂടെ വരണം. ജനാധിപത്യത്തെ പറ്റിയും മതേതരത്വത്തെ പറ്റിയും വാചാലനാകുന്ന ഒരു ചെറുപ്പക്കാരൻ, ഭാവിയുടെ പ്രതീക്ഷ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് ആംഗ്ലോ ഇന്ത്യൻകാരെ ഇന്ത്യയിൽ എങ്ങും മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ? ഇവിടെ എല്ലാവരും മതം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വെറുതെ വന്നിരുന്ന ഈ മതസ്പർദ്ധ പറയാതെ, ഈ രാജ്യത്തിന് മതം മാത്രമല്ല പറയാനുള്ളത്, അതിനും അപ്പുറത്തേക്കുണ്ട്. ഈ രാജ്യത്തിന് പലതും പറയാനുണ്ട്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതോ ഒരു മതത്തെ കൂട്ടുപിടിച്ചെന്ന്. ശശിയെ
എന്നാണ് ഈ പറയുന്നത്? ലോകത്തിലെ മതങ്ങളുടെ മാതാവ് എന്ന് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയി പ്രകീർത്തിച്ച ആ മതത്തെയാണ് ഞങ്ങൾ കൂട്ടുപിടിച്ചത്. അങ്ങനെയുണ്ടെ താങ്കൾ അതേ ലോജിക്ക് തിരിച്ചു ചോദിക്കട്ടെ, താങ്കളുടെ നേതാവ് എന്തിനാണ് ഞാൻ ജാനൂധാരി ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിലെ എല്ലാ മതസ്ഥാപനങ്ങളും കയറിയിറങ്ങിയത് എന്തിനായിരുന്നു? ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെ എങ്ങനെയാണ് കാണാൻ എങ്ങനെയാണ്? എന്തിനായിരുന്നു? ശിവഭഗവാന്റെ ഭക്തനാണെന്ന് കാണിക്കാൻ ത്രിപുണ്ഡ്രം അടിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ എല്ലാ മഠങ്ങളും കയറിയിറങ്ങിയല്ലോ, ആങ്ങളെയും പെങ്ങളും കൂടെ. അത് ഏത് മതത്തെയാണ് കൂട്ടുപിടിച്ചത്? ഏത് മതവിശ്വാസത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലോ അല്ലാതെയോ ക്ഷേത്രങ്ങളും മന്ദിരങ്ങളും പോകുന്ന പോലെയാണോ പാർലമെന്റിനകത്തൊരു ചടങ്ങ് ഔദ്യോഗികമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ? അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. എനിക്ക് ഈ വ്യത്യാസമൊക്കെ മനസ്സിലാവും സാർ. താങ്കളുടെ ഇടപെടലിൽ ഒരു സപ്പോർട്ടൊന്നും വേണ്ട, അതിന് ഞാൻ മറുപടി പറഞ്ഞോളാം. താങ്കളോട് നിൽക്കൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇവിടെ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ISRO നിരവധി റോക്കറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ ശ്രീ രാഹുൽ. എന്തിനാണ് അതിനു മുൻപ് തേങ്ങ ഉടക്കുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്തത്? നിങ്ങൾ എന്താ അങ്ങ് നിർത്തലാക്കാഞ്ഞത്? എന്താ ഒരു മതചടങ്ങായിരുന്നല്ലോ, എന്താ അങ്ങ് നിർത്തലാക്കാഞ്ഞത്? ഇന്ത്യ ഗവൺമെന്റിന്റെ ആപ്തവാക്യം എന്താണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? സത്യമേവ ജയതേ എന്നുള്ളത് ഭാരതത്തിന്റെ മുണ്ടകോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് ഗ്രന്ഥത്തിൽ നിന്നും കടമെടുത്തതാണ്. ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യം ശംനോ വരുണഃ എന്ന് പറയുന്നത് തൈത്തിരിയോ ഉപനിഷത്തിലെ വാക്യമാണ്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന ഉദാത്തമായ ഭരണഘടനയുടെ സംരക്ഷകരായ സുപ്രീം കോടതിയുടെ യഥോധർമ്മസ്തതോജയ മഹാഭാരതത്തിലെ വാക്യമാണ്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അപ്പൊ ഭാരതത്തിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുത്വത്തെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?